ബാംഗ്ലൂരിൽ എൻ്റെ കൗൺസിലിംഗ് പഠനകാലത്ത്, അതായത് ഒരു 40 വർഷം മുമ്പുള്ളൊരു കാര്യമാണ്. അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സൈക്കോ തെറാപ്പി ഗ്രൂപ്പുണ്ട്. അവിടെ പുറത്തുള്ള ആൾക്കാരും ഹെൽപ്പിന് വരുന്നുണ്ട്. അങ്ങനെ വന്ന ഒരു ലേഡി, അവർ ഗവൺമെൻറ് തലത്തിൽ വളരെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ചെറുപ്പക്കാരിയാണ്, അങ്ങോട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി വന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഏറ്റവും അവിടുത്തെ ടോപ്പിലിരിക്കുന്ന ആളാണ്, മേധാവിയാണ് വകുപ്പിൻ്റെ. പക്ഷേ ഹൈറാർക്കി ലെവലിൽ താഴോട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു പുരുഷൻ ആണ് റൂമിലേക്ക് കയറി വന്നാൽ അവർക്ക് എഴുന്നേക്കണം എന്ന് തോന്നും. അവർ പറയും, ഞാൻ കസേരയിൽ മുറുകെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയും എഴുന്നേക്കെന്ന് പറയും. അതാണ് അവരുടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവരുടെ ഇങ്ങനെ ചൈൽഡ്ഹുഡ് അനലൈസ് ചെയ്തപ്പോൾ അവർ വളർന്നത് ഒരു കർണാടകയിലെ ഒരു ഗ്രാമപ്രദേശത്താണ്, വളരെ ട്രഡീഷണൽ ആൻഡ് കൺസർവേറ്റീവ് ഫാമിലി. അപ്പോൾ ഇവർ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അതുകൊണ്ട് ഉന്നതതല എക്സാം ഒക്കെ പാസ്സായി അങ്ങനെ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഒരു വളരെ ട്രഡീഷണൽ ആൻഡ് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ആണുങ്ങൾ ആര് വന്നാലും സ്ത്രീകൾ എഴുന്നേറ്റണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിയമം. അപ്പം പെട്ടെന്ന് ആ ഒരു ശീലം കണ്ട് വളർന്ന് വന്നതുകൊണ്ട് ഏതൊരു പുരുഷനെ കണ്ടാലും എഴുന്നേക്കണം തോന്നും. അവരുടെ വീട്ടിൽ അങ്ങനെയാണ്, ആ ഒരു ഉള്ളിൽ അത്ര ശക്തമായ ആശയം കിടക്കുന്നു. അങ്ങനെയാണ് പഠിപ്പിച്ചും വന്നിരിക്കുന്നത്. ഇവർ ഈ വകുപ്പിൽ എത്തിയെങ്കിലും മനസ്സുകൊണ്ട് ആ ഒരു ബോധമാണ് അവരുടെ തലയ്ക്കകത്ത് കിടക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ തെറാപ്പി ഗ്രൂപ്പിൽ അവരെയും പഴയ അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ റീഡിസിഷൻ തെറാപ്പി അവർക്കും കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ, ഞാനൊരു പെൺകുട്ടിയാണ്, നമ്മൾക്ക് അങ്ങനെ എവിടെ വേണമെങ്കിലും ഇരിക്കാം, സ്ഥാനങ്ങൾക്കനുസരിച്ചിരിക്കാം, ആണിനും പെണ്ണിനും അങ്ങനെ വ്യത്യാസമില്ല. ഇവിടെ ഞാനിപ്പോൾ ഒരു ഓഫീസറാണ്, ആ ഓഫീസർ അനുസരിച്ചിട്ട് ആ പദവിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള കുറേ അഫർമേഷൻ മെസ്സേജുകളും അവർക്ക് കൊടുത്ത് അവരുടെ മനസ്സിനെ ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും അവരതിനെ ഓവർകം ചെയ്തത്. അപ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ കെട്ടപ്പാടുകളിൽ നമ്മൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവാം. അപ്പോൾ ഒന്ന് അവരവരുടെ ജീവിതത്തിൽ അവർക്കൊന്ന് തിരിച്ചറിയാൻ പറ്റും, എവിടെയെങ്കിലും ഞാനിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന്, അല്ലെ എവിടെയെങ്കിലും ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ കിടപ്പുണ്ടോ. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെറുപ്രായത്തിലെ നമുക്ക് ഉള്ളിൽ കിടക്കുന്ന വിലക്കുകളായിരിക്കാം കാരണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു കൗൺസിലറുടെ സഹായം തേടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വിമോചിതമായി നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സഹായം കിട്ടുന്നതായിരിക്കും.